ഫണ്ടമെന്റൽസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു ശേഖരവുമായിട്ടാണ്. പേപ്പർ കോഡ് 406 EVSന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ഇ, പാർട്ട് ഡി, പാർട്ട് സി എസ്എ ക്വസ്റ്റ്യൻസ്, മീഡിയം ആയിട്ട് എഴുതേണ്ട ചോദ്യങ്ങൾ, ഷോർട്ട് ആൻസറുകളുടെ എല്ലാം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇന്ന് നോക്കും. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കിപ്പോവാം. ഒന്നാമത്തെ ചോദ്യം, 5E മാതൃകയിൽ ഒരു പാഠാസൂത്രണം തയ്യാറാക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ചിലപ്പോൾ ഒരു പാഠഭാഗം തന്നിട്ടായിരിക്കും അതിൻ്റെ പാഠാസൂത്രണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം തന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിൻ്റെ പാഠാസൂത്രണം തയ്യാറാക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. 5E മാതൃകയിൽ ഒരു പാഠാസൂത്രണം തയ്യാറാക്കുക. രണ്ടാമതായിട്ട് വരുന്ന എല്ലാ ചോദ്യപേപ്പറുകളിലും വരുന്ന ഒരു ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് 5E മാതൃകയിൽ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. 5E മാതൃകയിൽ നിങ്ങളൊരു ടീച്ചിങ് മാനുവൽ എഴുതുക എന്നുള്ളത് എല്ലാ ചോദ്യപേപ്പറിലും കണ്ടുവരുന്ന ചോദ്യമാണ്. 10 മാർക്കിനാണ് ഈ ഒരു ടീച്ചിങ് മാനുവൽ ചോദിക്കുക. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു 5E മോഡലിൽ എങ്ങനെ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാം എന്നുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. അടുത്തതായിട്ട് കണ്ടൊരു ചോദ്യം, ആശയഭൂപടം എന്നാൽ എന്ത്? ആശയഭൂപടം തയ്യാറാക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തെല്ലാം? പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയഭൂപടം തയ്യാറാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളത് ആശയഭൂപടം എന്നാൽ എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ ഒരു ആശയഭൂപടം തയ്യാറാക്കുന്നത് കൊണ്ട് ടീച്ചർ എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു കുട്ടി എന്ന നിലയിൽ കുട്ടിക്കും ഉണ്ടാവുന്ന മേന്മകൾ എന്തെല്ലാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. ഇത് പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം ചിലപ്പോൾ തരാം, അല്ലെങ്കിൽ ഒരു പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ആശയഭൂപടം തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയുക. അതനുസരിച്ച് കൃത്യമായിട്ട് അത് എഴുതുക. ഏതെങ്കിലും ഒരു പാഠഭാഗത്തെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു ആശയഭൂപടം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ചോദ്യം, ആശയ ചിത്രീകരണത്തിന്റെ മേന്മകൾ എഴുതുക. ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തി ഒരു ആശയ ചിത്രീകരണം നടത്തുക. നേരത്തെ ആശയഭൂപടത്തിൽ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം ഈ ഒരു ആശയ ചിത്രീകരണം എന്ന് പറയുമ്പോൾ എന്താണ് ആശയ ചിത്രീകരണം എന്ന് പറയണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മൾ ആ ആശയ ചിത്രീകരണത്തിന്റെ മേന്മകൾ എഴുതുവാൻ വേണ്ടിയിട്ട് എഴുതണം. പിന്നെ ഏതെങ്കിലും ഒരു പാഠവുമായി ബന്ധപ്പെടുത്തി നിങ്ങളോടൊരു ആശയ ചിത്രീകരണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ പറയുക. ചിലപ്പോൾ പാഠഭാഗം കൃത്യമായി തന്നിട്ടുള്ള ഒരു ആശയ ചിത്രീകരണം തയ്യാറാക്കാൻ വേണ്ടി പറയാം. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ആശയ ചിത്രീകരണം എന്നുള്ളത് നോക്കി കൃത്യമായിട്ട് പഠിച്ച് പോവാം. നിരന്തര വിലയിരുത്തലിന്റെ വിവിധ തലങ്ങളും നിരന്തര വിലയിരുത്തലിന്റെ വിവിധ രീതികളും തമ്മിലുള്ള പാരസ്പര്യം ഉചിതമായ ഉദാഹരണങ്ങളിലൂടെ വിശദമാക്കുക. നമ്മൾ പ്രധാനമായിട്ടും വിലയിരുത്തൽ 3 തലങ്ങളിലാണുള്ളത്. ആ 3 തലങ്ങളും അതുകൂടാതെ തന്നെ നിരന്തര വിലയിരുത്തലിന്റെ വിവിധ രീതികളും തമ്മിലുള്ള ഈ ഒരു പാരസ്പര്യവും നമ്മൾ ഉചിതമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ വിശദമാക്കുക. അപ്പൊ എന്താണ് ഈ നിരന്തര വിലയിരുത്തലിന്റെ 3 തലങ്ങൾ എന്നുള്ളതും അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും ഈ നിരന്തര വിലയിരുത്തലുകൾ തമ്മിലുള്ള ഒരു പാരസ്പര്യവും കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, അത് ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് എഴുതുവാനും കൂടെ വേണ്ടിയിട്ട് കഴിയണം. ഒരു കാര്യം മനസ്സിലാക്കണം, 5 or 6 ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയ ഒരു ഭാഗമാണിത്. 5 ചോദ്യങ്ങളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്നുള്ളത്. ഈ 6 ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് 12ഓളം ചോദ്യങ്ങൾ മിനിമം ഉണ്ടാവും. ഈ 12ഓളം ചോദ്യങ്ങളിൽ ഈ ചോദ്യങ്ങൾ തന്നെ 2 തവണ വന്നതുകൊണ്ടാണ് 5 ചോദ്യങ്ങളിലേക്ക് ചുരുക്കുന്നത്. അപ്പൊ അത്രയും ഈ ഒരു പ്രീവിയസ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പോകുന്നത് പാർട്ട് ഡിയിലേക്കാണ്. പാർട്ട് ഡിയിൽ
നമ്മളോട് 5 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഓരോ ചോദ്യത്തിനും 5 മാർക്കാണ് ഉണ്ടാവുക. നമ്മൾ ഏറ്റവും കുറഞ്ഞത് ഒരു ഒരു 3/4 ഭാഗം ഷീറ്റ്, ഏറ്റവും കൂടിയത് ഒരു ഭാഗം ഷീറ്റിൽ നമുക്ക് എന്ത് ചെയ്യണം, അത് എഴുതാൻ വേണ്ടിയിട്ട് കഴിയണമെന്നുള്ളത് നമ്മൾ അവിടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ജൈവവൈവിധ്യ ഉദ്യാനവും പ്രകൃതിയില്ലാ രോഗവും എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി ഒരു പ്രബന്ധം തയ്യാറാക്കുക. നമ്മളൊരു പ്രബന്ധം തയ്യാറാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാൻ പറ്റൂ. വിഷയം ഏത് എന്നുള്ളത് ചിലപ്പോൾ ഇതേ വിഷയം തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ വിഷയം ചിലപ്പോൾ മാറ്റി ചോദിക്കാം. അപ്പോൾ ഒരു പ്രബന്ധം തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ ആലോചിച്ച് അവിടെ വെക്കുക. ക്രിയാഗവേഷണത്തിലൂടെ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിയാഗവേഷണം എന്താണ് എന്ന് എഴുതണം, ക്രിയാഗവേഷണത്തിന്റെ ഘട്ടങ്ങൾ എന്താണ് എന്ന് എഴുതണം, അതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ് എന്ന് എഴുതണം. ഇനി ആ ഒരു ക്രിയാഗവേഷണത്തിലൂടെ നമ്മൾ എങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുന്നു എന്നുള്ളതും കൂടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാൽ അതിൽ 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ക്രിയാഗവേഷണം പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അന്വേഷണാത്മക പഠനം, പ്രശ്നം ഏറ്റെടുക്കൽ എന്ന ഘട്ടം ശാസ്ത്ര അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒന്നാണ്. ഉദാഹരണത്തിലൂടെ വിശദമാക്കുക. ഈ ഒരു അന്വേഷണാത്മക പഠനം, അതേപോലെ തന്നെ പ്രശ്നം ഏറ്റെടുക്കൽ തുടങ്ങിയ ഘട്ടങ്ങളൊക്കെ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമാണ്, അത് കുട്ടിയെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ടൊരു ക്ലാസ് എടുത്തു തുടങ്ങുമ്പോൾ ഈ പ്രശ്നം ഏറ്റെടുക്കലിന്റെയും അന്വേഷണാത്മക പഠനത്തിന്റെയും ഒക്കെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് ഉത്തരങ്ങളായിട്ട് എഴുതേണ്ടത്. ആശയ ചിത്രീകരണം തയ്യാറാക്കുക, അതിന്റെ 2 മേന്മകൾ എഴുതുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശയ ചിത്രീകരണത്തിന്റെ കാര്യം നമ്മുടെ എസ്സേയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എസ്സേയിൽ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗം ഇപ്പൊ 5 മാർക്കിന്റെ ചോദ്യമായിട്ട് വന്നു. ചിലപ്പോൾ ഈ 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും അടുത്ത എസ്സേ പാർട്ടായിട്ട് വരിക. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ആശയ ചിത്രീകരണം തയ്യാറാക്കുക, അതിന്റെ 2 മേന്മകൾ എഴുതുക. അത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താനായി ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാവുന്ന 5 പ്രവർത്തനങ്ങൾ എഴുതുക. നമ്മളെ ഈ ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്ന ഏതെങ്കിലും 5 പ്രവർത്തനങ്ങൾ, അതിപ്പോൾ പോസ്റ്റർ എഴുതി ഒട്ടിക്കുക എന്നാവാം, ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക എന്നാവാം. നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയെങ്കിൽ പഠിക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു 5 മാർക്ക് ചോദ്യമായിട്ട് നമുക്കിതിനെ കാണാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതുപോലെയുള്ള നമ്മൾ പാഠഭാഗത്ത് കാണാത്തതോ ചിലപ്പോൾ നമുക്ക് പഠിച്ചില്ലെങ്കിൽ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളും ഉണ്ടാവും. ആ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിലൂടെ തന്നെ നമുക്ക് പാസ്സായി പോവാൻ വേണ്ടിയിട്ട് കഴിയും. നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ നടത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട മേഖലകൾ എന്തെല്ലാം. അപ്പം ഇവിടെ നമ്മൾ നിരന്തരവും സമഗ്രവുമായിട്ട് ഉള്ള വിലയിരുത്തൽ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട മേഖലകൾ എന്തെല്ലാം. നേരത്തെ എസ്സേ പാർട്ടിലും ഈ ഒരു നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു നിരന്തരവും സമഗ്രവുമായ വിലയിരുത്തൽ നടത്തുമ്പോൾ ഏതൊക്കെ മേഖലകൾ നിങ്ങൾ പരിഗണിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. സഹപഠിതാവിന്റെ ക്ലാസ് നിരീക്ഷിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള നിരീക്ഷണ ഫോർമാറ്റ് തയ്യാറാക്കുക. നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമ്മൾ സഹപഠിതാവിന്റെ ക്ലാസ് നിരീക്ഷിച്ചുകൊണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ അത് ചെയ്തിട്ടുള്ള ഒരാൾക്ക് പഠിക്കാതെ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു വിശകലന ഫോർമാറ്റ് തയ്യാറാക്കുവാൻ വേണ്ടി കഴിയും. ഇത് അടുത്ത പിന്നെയും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. ക്രിയാഗവേഷണത്തിന്റെ പ്രവർത്തന ഘട്ടങ്ങൾ വിശദമാക്കുക. ക്രിയാഗവേഷണം നടത്തുന്നതിന്റെ പ്രവർത്തന ഘട്ടങ്ങൾ, ആദ്യം ഇന്നതാണ് ചെയ്യേണ്ടത്, രണ്ടാമത് ഇന്നതാണ് ചെയ്യേണ്ടത്, മൂന്നാമത് ഇങ്ങനെ. ഇപ്പൊ നമ്മൾ 5 മാർക്കിന്റെ 2 തവണ ഈ ഒരു ക്രിയാഗവേഷണം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മികച്ച ശാസ്ത്ര പാഠപുസ്തകത്തിന്റെ ഏതെങ്കിലും 5 സവിശേഷതകൾ എഴുതുക. ഇതും ഈ പറഞ്ഞ പോലെ ഒരു ജനറൽ ഭാഗത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന പോലത്തെ ഒരു ചോദ്യമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? ഇപ്പൊ നല്ല ലേഔട്ട് ഉണ്ടാവുക, അന്വേഷണാത്മക പഠനത്തിന് പ്രോത്സാഹിപ്പിക്കുക, പരീക്ഷണത്തിന് പ്രോത്സാഹിപ്പിക്കുക. ഇത്രയും പെട്ടെന്ന് തന്നെ ഞാൻ 3 എണ്ണം പറഞ്ഞു. 2 എണ്ണം കൂടെ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് വായിച്ച് പാഠപുസ്തകം നന്നായിട്ട് വായിച്ചു പോയി കഴിഞ്ഞാൽ
അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ചാക്രികാരോഹണ രീതിയിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിക്കുന്നത് വ്യക്തമാക്കുക. ഇപ്പൊ ചോദ്യം വന്നിട്ടുണ്ടാവുക ചാക്രികാരോഹണ രീതിയിൽ ഇന്ന വിഷയം നമ്മൾ എങ്ങനെ അവതരിപ്പിക്കുമെന്ന് വ്യക്തമാക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ ആ അവതരിപ്പിക്കേണ്ട ടോപ്പിക്ക് നമുക്ക് ഒരു മനസ്സിലാവാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു വിഷയം, അപ്പോൾ ചാക്രികാരോഹണ രീതിയിൽ നമ്മൾ എങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കും എന്നുള്ളത് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പൊന്ന് ആലോചിച്ച് വെക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മളെ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ശാസ്ത്ര പാഠപുസ്തകം വിലയിരുത്തുക. അപ്പൊ ചിലപ്പോൾ 5ാം ക്ലാസ്സിലെ ശാസ്ത്ര പാഠപുസ്തകം വിലയിരുത്തുക എന്നായിരിക്കും പറയുന്നത്, 6ാം ക്ലാസ്സിലെ ശാസ്ത്ര പുസ്തകം വിലയിരുത്തുക എന്നായിരിക്കും പറയുന്നത്. അപ്പൊ ഏത് ക്ലാസ് ആണോ ആ ക്ലാസ്സിന്റെ ശാസ്ത്ര പാഠപുസ്തകം വിലയിരുത്തുക. ഇപ്പൊ നിങ്ങൾക്ക് വിലയിരുത്താൻ ഒരു കാര്യവും അറിയില്ലെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതിൽ ഒരുപാട് പരീക്ഷണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊരുപാട് കുട്ടികളെ പുറത്തേക്ക് നോക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ICT സാധ്യത കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയാൽ തന്നെ നമുക്കതിൽ മാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ ടീച്ചിങ് മാനുവലിന്റെ പ്രസക്തി വിശദീകരിക്കുക. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നതാണ് ഈ ഒരു ടീച്ചിങ് മാനുവൽ. ഈ ടീച്ചിങ് മാനുവലിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിശദീകരിക്കണം. ഈ ടീച്ചിങ് മാനുവൽ എന്താണ്, അത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ എന്താണ്, ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഈ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള ടീച്ചിങ് മാനുവൽ അതേപോലെ ഈ ഒരു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതല്ല എന്നുള്ളതും കൂടെ എല്ലാവരും അവിടെ ഓർത്തിരിക്കണം. ടേം വിലയിരുത്തലിന്റെ പ്രാധാന്യം വിശദമാക്കുക. വിലയിരുത്തൽ ഇപ്പോൾ 3ാമത്തെയോ 4ാമത്തെയോ തവണയാണ് വീഡിയോ ഇവിടെ എത്തിയിട്ട് വരുന്നത്. അപ്പൊ ആ വിലയിരുത്തൽ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് തന്നെ കണ്ടുപഠിക്കുക. ഇവിടെ ഈ ഒരു ടേം വിലയിരുത്തലിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വിശദീകരിക്കുക. ഒരു മികച്ച ശാസ്ത്ര പഠനാന്തരീക്ഷം വികസിപ്പിക്കാൻ വിദ്യാലയത്തിൽ ഒരുക്കേണ്ട ഇനങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഇവ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതും കൂടെ അവിടെ ആലോചിക്കുക. എന്ത് ചെയ്യണം? പരീക്ഷണങ്ങൾക്ക് സാധനം വേണം, പരിസരം നിരീക്ഷിക്കാൻ കാര്യങ്ങൾ വേണം, പിന്നെ ജൈവവൈവിധ്യ ഉദ്യാനം വേണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അതേപോലെ തന്നെ ഒരു സയൻസ് കിറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം, ലാബുകൾ അവൈലബിൾ ആയിരിക്കണം. ഇവ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും കൂടെ നമ്മളൊന്ന് അവിടെ ചെറിയ രീതിയിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5 മാർക്ക് ലഭിക്കാം. സുഖമായിട്ട് നമുക്ക് ആ ഒരു 5 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം റേറ്റിംഗ് സ്കെയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു റേറ്റിംഗ് സ്കെയിലാണ് തയ്യാറാക്കാൻ ചോദിക്കുക. വളരെ എളുപ്പമാണ്. 3 കോളങ്ങൾ ഉണ്ടാക്കുക. മികച്ചത്, ശരാശരി, മോശം, അങ്ങനെ തരത്തിലുള്ള കോളങ്ങൾ ഉണ്ടാക്കി നമ്മൾ അതിന്റെ സൂചകങ്ങളും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു റേറ്റിംഗ് സ്കെയിൽ തയ്യാറാക്കാൻ പറ്റും. എളുപ്പത്തിൽ 5 മാർക്ക് അവിടെയും നമുക്ക് ലഭിക്കുന്നതാണ്. ടീച്ചിങ് മാനുവലിൽ പ്രതിഫലന കുറിപ്പുകളുടെ പ്രാധാന്യം EVSന്റെ ഭാഗമായിട്ടല്ല, ജനറൽ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ക്ലാസ് എടുത്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പ്രതിഫലന കുറിപ്പ്. ഈ പ്രതിഫലന കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അപ്പൊ ആ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ വേണ്ടിയും കുട്ടികളെ അതേപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയും ഈ ഒരു പ്രതിഫലനാത്മക കുറിപ്പുകൾ സഹായിക്കും എന്നുള്ളത് പറഞ്ഞാൽ മതി. അടുത്തതായിട്ട് 5 മാർക്ക് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ആശയഭൂപടം തയ്യാറാക്കുക. ഒരു ആശയഭൂപടം ഏതെങ്കിലും വിഷയത്തെ കുറിച്ചായിരിക്കും പറഞ്ഞത്. എസ്ഐയിൽ കണ്ടു, 5 മാർക്കിൽ കണ്ടു. ഇനി പോർട്ട്ഫോളിയോ വിലയിരുത്തലിന് ആവശ്യമായിട്ടുള്ള സൂചകങ്ങൾ. നമ്മുടെ പോർട്ട്ഫോളിയോ, കുട്ടികളുടെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സൂചകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒരു 5ഓ 6ഓ സൂചകങ്ങൾ എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങാം. സമഗ്ര പോർട്ടൽ എന്നാൽ എന്ത് എന്ന് വിശദമാക്കുക. നമ്മുടെ ടീച്ചർമാർ ഉപയോഗിക്കുന്ന ഒരു പോർട്ടലാണ് സമഗ്ര പോർട്ടൽ. ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമഗ്ര പോർട്ടൽ എന്ത് എന്നുള്ളത് വിശദമാക്കുക എന്ന ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഒന്ന് നോക്കി പോവുക. 3 രീതിയിലുള്ള നിരന്തര വിലയിരുത്തലുകൾ ഏതെല്ലാം? വിശദമാക്കുക. വിലയിരുത്തൽ ഞാനിപ്പോൾ 3ഓ 4ഓ തവണ പറഞ്ഞു. വിലയിരുത്തൽ എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
അപ്പൊ ആ വിലയിരുത്തലിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ചു പോവുക. അതിൽ നിന്ന് തന്നെ നമുക്കൊരു 10-20 മാർക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്കൂൾ അനുഭവ പരിപാടിയുടെ ഭാഗമായി നിങ്ങൾ കൈകാര്യം ചെയ്ത ഒരു ശാസ്ത്ര ക്ലാസ്സിലെ 10 മികവുകൾ എഴുതുക. സ്വയം പൊക്കിയടിക്കാനുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. നിങ്ങൾ ശാസ്ത്ര ക്ലാസ്സിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ആരും നിങ്ങളുടെ പരീക്ഷ പേപ്പർ കണ്ട് നോക്കാൻ പോകുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു 10 മികവുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജനറൽ ആയിട്ട് വെറുതെ അവിടെ എഴുതി വെക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് പാർട്ട് സിയിലേക്കാണ് പോകുന്നത്. പാർട്ട് സിയിലും ഈ പറയുന്ന പോലെ ഒരുപാട് ഭാഗത്തെ ജനറൽ ചോദ്യങ്ങളുണ്ട്. ഈ ഒരു ജനറൽ ചോദ്യങ്ങൾക്ക് മാക്സിമം ഉത്തരം നമുക്ക് അറിയില്ലെങ്കിലും എഴുതി പിടിപ്പിക്കാൻ വേണ്ടി നിർബന്ധമായിട്ടും ശ്രമിക്കേണ്ടതാണ്. കുറച്ച് അധികം ചോദ്യങ്ങളും കൂടെ അവിടെയുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. ശാസ്ത്രീയ മനോഭാവമുള്ള വ്യക്തികളിൽ കാണുന്ന ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. നമ്മളെ ശാസ്ത്രീയ മനോഭാവം, എനിക്കിപ്പോ ശാസ്ത്രീയ മനോഭാവം ഉണ്ടെങ്കിൽ ഞാൻ എന്നിൽ കാണുന്ന 3 സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് അവിടെ ചോദ്യം. നമുക്കൊന്ന് പറയാം, എന്തിനും ഒരു കാര്യകാരണം തിരക്കും എന്നുള്ളത് അവിടെ ഉണ്ടാവും. പിന്നെ സയന്റിഫിക് ടെമ്പർ വെച്ച് പുലർത്തും എന്നുള്ളത് ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, തെളിവുകൾ കണ്ടാൽ മാത്രമേ ചിലപ്പം വിശ്വസിക്കൂ, അല്ലാതെ ഈ പറയും പോലെ തെളിവുകളില്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഒഴുങ്ങില്ല. അതേപോലെയുള്ള ഒരു 3-4 നമ്മുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഈ പാർട്ട് സി ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടിപ്പോയ ഒരു 1/2 പേജോളം എഴുതിയാൽ മതി, 3 മാർക്കിനാണ് നമുക്ക് കിട്ടുക. അപ്പൊ 10 × 3 30 ഈ ഒരു പാർട്ട് സി ഭാഗത്ത് നമുക്ക് മാർക്കായിട്ട് ലഭിക്കുക. ഒരു ശാസ്ത്ര പാഠ്യപദ്ധതി സ്വീകരിക്കേണ്ട ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങളേവ? ഒരു ശാസ്ത്ര പാഠ്യപദ്ധതിനെ കുറിച്ചും നമുക്കിവിടെ അറിവ് വേണം, ഭരണഘടനാ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ അറിവ് വേണം. ഈ ഒരു ശാസ്ത്ര പാഠ്യപദ്ധതി നമ്മുടെ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതൊന്നും നിർബന്ധമായിട്ടായിരിക്കരുത്. ഈ ഒരു ഭരണഘടനാ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുക. അതിനെ ഈ ഒരു ശാസ്ത്ര പാഠ്യപദ്ധതിയുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ ഉത്തരം എഴുതേണ്ടത്. വിശകലനാത്മക പഠിതാക്കൾക്കുള്ള ഏതെങ്കിലും 3 പ്രത്യേകതകൾ എഴുതുക. വിശകലനാത്മക പഠിതാക്കൾ എപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വിശകലനം ചെയ്തുകൊണ്ടായിരിക്കും പഠിക്കുക. അപ്പൊ അവരോട് അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ അവർ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവര് കാര്യങ്ങളെ ഡാറ്റ വെച്ച് തന്നെ കമ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതി ചേർക്കാവുന്നതാണ്. UP ക്ലാസ്സുകളിൽ സയൻസ് കിറ്റ് ഉപയോഗപ്പെടുത്തി സ്കൂൾ അനുഭവ പരിപാടി സമയത്ത് ചെയ്ത ഒരു പരീക്ഷണം എഴുതുക. സയൻസ് കിറ്റിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ സ്കൂൾ അനുഭവ പരിപാടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് അവിടെ അത് ഓർമ്മയുണ്ടാവും. ആ പരീക്ഷണം അങ്ങനെ തന്നെ എഴുതിയാൽ മതി, നമുക്ക് എളുപ്പത്തിൽ മാർക്ക് കിട്ടും. ഇനി ഈ ഒരു സ്കൂൾ അനുഭവ പരിപാടിയിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ കൂട്ടുകാരോടൊന്ന് ചോദിച്ചു നോക്കുക. കൂട്ടുകാരോട് ചോദിച്ചു കിട്ടിയില്ലെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഏതെങ്കിലും 2-3 പരീക്ഷണങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു പഠന പ്രവർത്തനം CWSN കുട്ടികൾക്കായി അനുരൂപീകരിച്ചെഴുതുക. ഒരു പഠന പ്രവർത്തനം, നമ്മളൊരു പഠന പ്രവർത്തനം ചെയ്യാണ്. CWSN എന്ന് പറഞ്ഞാൽ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ് ആണ്. നമുക്ക് ഭിന്നശേഷികളായ വിദ്യാർത്ഥികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നു. ഈ ഒരു പഠന പ്രവർത്തനം ഈ ഒരു CWSN, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു അനുരൂപീകരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വളരെ എളുപ്പമുള്ളതും സ്വന്തം എഴുതാൻ പറ്റുന്നതുമായിട്ടുള്ള ചോദ്യമാണ്. ഒരു പഠനോപകരണം നിർമ്മിച്ച് ആ പഠനോപകരണത്തെ കുറിച്ച് വിശദമാക്കുക. അപ്പൊ ആ പഠനോപകരണം നിർമ്മിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് പറയണം. അത് നിർമ്മിച്ച് അതിനെക്കുറിച്ച് വിശദീകരണം നൽകണം. അടുത്ത ചോദ്യം, ചോദ്യപ്പെട്ടിയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഒരു ചോദ്യപ്പെട്ടി എന്നുള്ളത് കൊണ്ട് എന്താണ് ഒരു ചോദ്യപ്പെട്ടി, അതുകൊണ്ട് കുട്ടിക്കുണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ അവിടെ പറയേണ്ടത്. ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ICT ഉപയോഗപ്പെടുത്താവുന്ന 3 സന്ദർഭങ്ങൾ എഴുതുക. നമുക്ക് ജനറൽ ആയിട്ട് കാര്യങ്ങൾ എഴുതാൻ
അറിയുന്നുണ്ടെങ്കിൽ തന്നെ എഴുതാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പാഠഭാഗം നമ്മൾ ആദ്യം അവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് ആ പാഠഭാഗത്ത് നമ്മൾ എങ്ങനെ ICT ഉപയോഗപ്പെടുത്തി എന്നുള്ള കാര്യം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പറയാം. ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ആർജിക്കുന്ന 3 പ്രക്രിയാശേഷികൾ എഴുതുക. കുട്ടിയുടെ പ്രക്രിയാശേഷികൾ, ഒരുപാട് പ്രക്രിയാശേഷികൾ പരീക്ഷണത്തിലൂടെ കുട്ടികൾക്ക് ലഭിക്കും. നിരീക്ഷണം ഒരു പ്രക്രിയാശേഷിയാണ്. അപ്പൊ അതെന്തായാലും നമുക്ക് ആ ഒരു നിരീക്ഷണം പ്രക്രിയാശേഷിയായിട്ട് എഴുതാം. ബാക്കി ഏതെങ്കിലും 2 പ്രക്രിയാശേഷികൾ എഴുതാം. ആ ഒരു പ്രക്രിയാശേഷി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എഴുതണം. അല്ലാതെ ഇന്ന പ്രക്രിയാശേഷികളെന്ന് മാത്രം എഴുതിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് അവിടെ മാർക്ക് കുറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. കുട്ടികളുടെ പഠന പുരോഗതി രേഖയിൽ നിരന്തര വിലയിരുത്തൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അധ്യാപകർ നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ എന്തെല്ലാം? ഒരു അധ്യാപിക എന്ന നിലയിൽ നമ്മളൊരു കുട്ടിയുടെ പഠന പുരോഗതി രേഖയിൽ നിരന്തര വിലയിരുത്തൽ രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ശാസ്ത്ര ക്ലാസ് ആസൂത്രണം ഒരു സർഗാത്മക പ്രവർത്തനമാണ് സമർത്ഥിക്കുക. ഈ ഒരു ശാസ്ത്ര ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ആസൂത്രണം, പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, ഇപ്പൊ ശരിയാണെങ്കിൽ ശരി എന്തുകൊണ്ട്, തെറ്റാണെങ്കിൽ തെറ്റ്, ആ തെറ്റായത് എന്തുകൊണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, നമുക്ക് മാർക്ക് കിട്ടും. ഒരു പ്രശ്നം പരിഹരിക്കുന്ന വിധം ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിലൂടെ വിശദമാക്കുക. നമ്മൾ ഒരു പ്രശ്നത്തെ പരിഹരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന ശാസ്ത്രീയമായ രീതിഘട്ടങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രശ്നം പരിഹരിക്കുന്ന രീതി കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ വിശദമാക്കുക. ജൈവ കീടനാശിനി തയ്യാറാക്കുന്ന വിധം വിശദീകരിക്കുക. എങ്ങനെയാണ് നമ്മൾ ജൈവ കീടനാശിനി തയ്യാറാക്കുക എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, വിശദീകരിക്കുക. ICT സാധ്യത ഉപയോഗിച്ച് വിനിമയം ചെയ്ത ഒരു ക്ലാസ് റൂം പ്രവർത്തനം വിശദമാക്കുക. നമ്മൾ നേരത്തെ കണ്ടു, ICTയുടെ 3 ഉപയോഗങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ICTയുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ICT ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പഠിച്ചു വെക്കുക. ICT സാധ്യത ഉപയോഗിച്ച് വിനിമയം ചെയ്ത ഒരു ക്ലാസ് റൂം പ്രവർത്തനം വിശദമാക്കുക. കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷ മലിനീകരണം എന്നീ രംഗങ്ങളിൽ മനുഷ്യന്റെ ഇടപെടലുകൾ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഈ ഒരു കുന്നിടിയ, അല്ലെങ്കിൽ അമിതമായിട്ട് മഴ പെയ്യുക, വളരെയധികം ചൂടുണ്ടാവുക, ഇതൊക്കെ നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയതൊക്കെ ഈ മനുഷ്യന്റെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ്. അപ്പൊ ഈ ഒരു ഇടപെടലുകൾ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കവിടെ എഴുതാൻ വേണ്ടി കഴിയണം. സയന്റിഫിക് ടെമ്പർ എന്തെന്ന് വിശദമാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ളത്. നമ്മൾ ഒരു സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തിയറികളിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പറയേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ടാക്കിയെടുത്ത ഒരു വാക്കാണത്. അപ്പൊ അതിൽ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ എന്താണ് സയന്റിഫിക് ടെമ്പർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പഠിക്കുക, അത് തന്നെ എഴുതുക, 3 മാർക്ക് നേടുക. ലഹരി വിരുദ്ധ ദിനത്തിൽ നടത്താൻ കഴിയുന്ന ഏതെങ്കിലും 3 പ്രവർത്തനങ്ങൾ എഴുതുക. ലഹരി വിരുദ്ധ മൈമ് നടത്താം, ലഹരി വിരുദ്ധ നാടകം നടത്താം, പിന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ വെക്കാം, അവയർനെസ് ക്ലാസ്സുകൾ വെക്കാം, പോസ്റ്റർ നിർമ്മാണം നടത്താം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഹരി വിരുദ്ധ ദിനത്തിൽ ചെയ്യാൻ കഴിയും. ആ ഒരു 3 എണ്ണം വളരെ പെട്ടെന്ന് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് അതിന്റെ മാർക്കുകൾ വാങ്ങാം എന്നുള്ളത് ഓർത്തിരിക്കുക. സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു നിരീക്ഷണ ഫോർമാറ്റ് തയ്യാറാക്കുക. നമ്മുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നമ്മൾ നിരീക്ഷിക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നിരീക്ഷണ ഫോർമാറ്റ് തയ്യാറാക്കുക. DLED ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു നിരീക്ഷണ ഫോർമാറ്റ് കിട്ടും. ആ ഒരു നിരീക്ഷണ ഫോർമാറ്റ് നമ്മളൊന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച്
വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി ഒരു നിരീക്ഷണ ഫോർമാറ്റ് തയ്യാറാക്കുക, അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വർക്ക് ഷീറ്റ്. നമ്മളൊരു പാഠഭാഗം തിരഞ്ഞെടുക്കുക, ആ ഒരു പാഠഭാഗവുമായിട്ട് കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു വർക്ക് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതും ആ ഒരു വർക്ക് ഷീറ്റിന്റെ ചെറിയൊരു മാതൃകയും നമ്മൾ ആ ഒരു ഭാഗത്ത് ആഡ് ചെയ്യാം. ഉദ്ഗ്രഥിത പ്രക്രിയാശേഷിയുടെ വികസനത്തിന് ആവശ്യമായ പരീക്ഷണങ്ങൾ UP ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട്. 3 ഉദാഹരണങ്ങൾ എഴുതുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് നോക്കിയാൽ മാത്രം ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. ഏതെങ്കിലും 3 പരീക്ഷണങ്ങൾ എഴുതിയാൽ മതി. ആ ഒരു പരീക്ഷണത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ടി വരില്ല. അങ്ങനെ നമ്മൾ ആ ഒരു ഇപ്പം ലിറ്റ്മസ്, ആ ഒരു ലിറ്റ്മസിന്റെ നിറം മാറുന്നു എന്നുള്ളത് ഒരു പരീക്ഷണമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റ് പരീക്ഷണങ്ങളും ഉണ്ടാവും. കൃത്യമായിട്ട് എനിക്കതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് എഴുതുവാൻ വേണ്ടിയിട്ട് കഴിയും. ഒരു അധ്യാപക വിദ്യാർത്ഥി സ്വയം വിലയിരുത്തൽ വർക്ക് ഷീറ്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? നമ്മൾ ഒരു ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ DLEDന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരു സ്വയം വിലയിരുത്തൽ വർക്ക് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം, നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഏത് മേഖലയിലാണ് ഞാൻ കൂടുതൽ മെച്ചപ്പെടേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ നിരവധി ഉപകാരങ്ങൾ എന്തുണ്ട് ഈ ഒരു വർക്ക് ഷീറ്റ് നമ്മുടെ ഒരു വർക്ക് ഷീറ്റ് തയ്യാറാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് ഉണ്ട്. സമഗ്ര പോർട്ടൽ അധ്യാപകർക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? നേരത്തെ സമഗ്ര പോർട്ടൽ എന്താണ് എന്ന് 5 മാർക്കിന് ചോദിച്ചു. ഇത്തവണ സമഗ്ര പോർട്ടൽ അധ്യാപകർക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് 3 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് വന്നത്. കൃത്യമായിട്ട് നോക്കുക. പഠനോപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം? 3-4 മാനദണ്ഡങ്ങൾ എഴുതിയാൽ മതി. അമിതമായിട്ട് വിലയുള്ളതാവരുത്, അപകടകരമായിട്ടുള്ളതാവരുത്, കുട്ടികൾക്ക് വേണ്ടി ലളിതമായിട്ട് മനസ്സിലാവുന്നതായിരിക്കണം, ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം, അതൊരു വേസ്റ്റ് ആയിട്ട് മാറാൻ പാടില്ല, തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഏതെങ്കിലും 2-3 എണ്ണം നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ശാസ്ത്രത്തിന്റെ 3 സവിശേഷതകൾ എഴുതുക. എന്താണ് സയൻസിന്റെ 3 സവിശേഷതകൾ? സയൻസ് എവിഡൻസ് ബേസ്ഡ് ആണ്, പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. നമുക്കിപ്പോൾ ഉത്തരം അറിയില്ലെങ്കിലും ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ അതുള്ളൂ എന്നുള്ളത് അവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതിനനുസരിച്ച് ഉത്തരം നമ്മൾ എഴുതുക. നിലവിലുള്ള സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ശാസ്ത്രം മനുഷ്യനെ സഹായിക്കുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക. നമുക്കറിയാം നമ്മൾ ഒരുപാട് സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ നമ്മുടെ ഈ സയൻസ് മനുഷ്യനെ എങ്ങനെ പ്രാപ്തരാക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് സഹായിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, സഹായിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളവിടെ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്താണ് പരികൽപ്പന? ഒരു ഉദാഹരണം എഴുതുക. അറിവ് നിർമ്മാണത്തിൽ പരികൽപ്പനയുടെ പ്രാധാന്യം എന്ത് എന്നുള്ളത്. പരികൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരീക്ഷണം പ്രൂവ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കാരണം ഇതായിരിക്കാം എന്നുള്ള ഒരു വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളെ വെച്ചിട്ടുള്ള ഒരു ഊഹമാണ് പരികൽപ്പന. ഈ ഒരു പരികൽപ്പന എന്താണ് പരികൽപ്പന, അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഡെഫിനേഷൻ പോലെ എഴുതണം. ഇതിനൊരു ഉദാഹരണം എഴുതിക്കൊണ്ട് ഈ ഒരു അറിവ് നിർമ്മാണത്തിൽ ഈ ഒരു പരികൽപ്പനയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തണം. ടാലന്റ് ലാബും ശാസ്ത്ര ലാബും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ടാലന്റ് ലാബ് എന്താണെന്ന് എഴുതുക, ശാസ്ത്ര ലാബ് എന്താണെന്ന് എഴുതുക. അവ തമ്മിലുള്ള വ്യത്യാസം എഴുതിയാൽ അവിടെ 3 മാർക്ക് നമുക്ക് ലഭിച്ചു. സ്കൂൾ പച്ചക്കറിത്തോട്ടം ഒരു ജൈവ പരീക്ഷണശാലയായി അറിയപ്പെടുന്നു. വിശദമാക്കുക. സ്കൂൾ പച്ചക്കറിത്തോട്ടത്തിൽ ഒരുപാട് തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതാണ്. എത്ര സ്കൂളുകൾ കൃത്യമായിട്ട് അതൊരു ഇതിലേക്ക് വരുത്തുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. ഈ ഒരു സ്കൂൾ പച്ചക്കറിത്തോട്ടം ഒരു ജൈവ പരീക്ഷണശാലയായിട്ട് എങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതും കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഒന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുന്നതാണ്. സഹപഠിതാക്കളുടെ ശാസ്ത്ര ക്ലാസുകൾ വിശകലനം ചെയ്യാൻ പര്യാപ്തമായ ഒരു വിശകലന ഫോർമാറ്റ് തയ്യാറാക്കുക. നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെയിം ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. 5 മാർക്കിന്റെ ചോദ്യം ഇവിടെ 3 മാർക്കിനായിട്ട് ചോദിച്ചു. നിങ്ങൾ ഈ എല്ലാ ടോപ്പിക്കുകളും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം,
ഈ ഒരു 3 മാർക്കിന്റെ ചോദ്യം നാളെ 5 മാർക്കായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഒരു ടോപ്പിക് പോലും 3 മാർക്കിന്റെ ആണ് എന്ന് കരുതി നമ്മൾ വിട്ടുപോവാതെ ഇരിക്കുക. ഒരാശയം രൂപീകരിക്കാനായി നമുക്ക് ബുള്ളറ്റിൻ ബോർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ആശയം എടുക്കുക. ഈ ഒരു ആശയം ഒരു ബുള്ളറ്റ് ബോർഡിലൂടെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഒരു പ്രൊജക്ടിന് ഏതെല്ലാം ഘട്ടങ്ങളുണ്ട്, എന്താണ് ഒരു പ്രൊജക്ട് എന്നുള്ളത് എഴുതുക. പ്രൊജക്ടിന്റെ ഘട്ടങ്ങൾ കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അവിടെ ആ മാർക്ക് ലഭിക്കാൻ പറ്റും. UP തലത്തിലെ ശാസ്ത്ര പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്യാനായി ഉപയോഗിച്ച സൂചകങ്ങൾ. നമ്മളിപ്പോ ഒരു UP ക്ലാസിന്റെ ഒരു സയൻസ് പുസ്തകം എടുത്ത് ആ ഒരു പുസ്തകം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തുകയാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. UP തലത്തിലെ ശാസ്ത്ര പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സൂചകങ്ങൾ ഏതെല്ലാം? ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള 3 ശാസ്ത്രീയ മനോഭാവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. ചിലപ്പോൾ ഒരു പാഠഭാഗം തന്നിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗത്തിന് നിങ്ങൾക്ക് തന്നെ ഉദാഹരണ സഹിതം അവിടെ വ്യക്തമാക്കാവുന്നതുമാണ്. ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള 3 ശാസ്ത്രീയ മനോഭാവങ്ങൾ. പ്രൈമറി തലത്തിൽ ഒരു ഫീൽഡ് ട്രിപ്പ് ഏറ്റെടുക്കുമ്പോൾ നടത്തേണ്ട ആസൂത്രണം വിശദമാക്കുക. നിങ്ങൾ ഒരു പ്രൈമറി തലത്തിലുള്ള ഒരു ടീച്ചറായി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആ സ്കൂളിൽ നിന്ന് കുട്ടികൾ ഒരു ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു ഫീൽഡ് ട്രിപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ആസൂത്രണം എന്തെല്ലാം എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്നത്. പ്രൈമറി തലത്തിൽ ഒരു ഫീൽഡ് ട്രിപ്പ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നടത്തേണ്ട ആസൂത്രണങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? വിശദമാക്കുക. 5E എൻഗേജ് ഘട്ടത്തിൽ നിർബന്ധമായും നടക്കേണ്ട പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുക. 5E ഘട്ടങ്ങൾ എൻഗേജ്, ആ ഒരു 5E ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ആ ഒരു എസ്സേയിൽ 10 മാർക്കിന്റെ ചോദ്യത്തിൽ ഈ ഒരു 5E ഉപയോഗിച്ചുകൊണ്ട് നമ്മളോട് ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യുക? ഓർത്ത് ഇരിക്കുക. ഒരു പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി കുട്ടി ആർജിക്കേണ്ട പ്രക്രിയാശേഷികൾ എഴുതുക. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു പ്രവർത്തനം തരും. ഈ ഒരു പ്രവർത്തനം തന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തനത്തിലൂടെ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് കുട്ടി ആർജിക്കേണ്ട പ്രക്രിയാശേഷികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. നിലവിലുള്ള സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ശാസ്ത്രം മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു വിലയിരുത്തുക. നിങ്ങൾ നേരത്തെയും ഈ ചോദ്യം കണ്ടുപോയിട്ടുണ്ടാവും. ഒരക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ റിപ്പീറ്റ് ആയിട്ട് വന്ന ചോദ്യമാണ്. ചിലപ്പോൾ നമ്മൾ 2 കൊല്ലം ഗ്യാപ്പുള്ള ഒരു പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ C പാർട്ടും D പാർട്ടൊക്കെ ഒരേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ എടുത്ത് തന്നെ പറയാണ്. കൃത്യമായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം കുറച്ച് അധികം പഠിക്കാനുണ്ടാവും. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കുക എന്നുള്ളതല്ല, ഒരു A+ ലെവലിലേക്ക് നമുക്ക് പരീക്ഷയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. വിത്തുമുളച്ച് സസ്യമായി മാറുന്നു എന്ന പഠന പ്രശ്നത്തെ ആസ്പദമാക്കി ശാസ്ത്രീയ രീതിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദമാക്കുക. ഇവിടെ ഈ ഒരു ശാസ്ത്രീയ രീതിയുടെ വിവിധ ഘട്ടങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ അത് വിത്തുമുളച്ച് സസ്യമായി മാറുന്നു എന്നുള്ളതിനാവാം, അതല്ലെങ്കിൽ എന്താവാം, മറ്റ് പല ഇതിനുമുള്ള കാര്യങ്ങൾ ആവാം. വിത്തുമുളച്ച് സസ്യമായി മാറുന്നു എന്ന പഠന പ്രശ്നത്തെ ആസ്പദമാക്കിയിട്ട് ശാസ്ത്രീയ രീതിയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. സ്കൂൾ പച്ചക്കറിത്തോട്ടം ഒരു ജൈവ പരീക്ഷണശാലയായി ഉപയോഗിക്കാവുന്നതാണ്, വിശദമാക്കുക. നേരത്തെ ഞാൻ വീണ്ടും പറയാണ്, ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യമാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു റിപ്പീറ്റഡ് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടില്ല. എല്ലാ ചോദ്യവും ഒരുമിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പും കൂടെയാണ്. ഒരേ ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻസ് കാണുക. സിംബോസിയം എന്ന പഠനതന്ത്രത്തിന്റെ ഘട്ടങ്ങൾ എഴുതുക. സിംബോസിയം വ്യക്തമായിട്ട് നമ്മുടെ DLED ടെക്സ്റ്റ് ബുക്കിൽ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു സിംബോസിയം എന്ന പഠനതന്ത്രത്തിന്റെ
ഘട്ടങ്ങൾ നമ്മൾ എഴുതുക. കേരളത്തിൽ നിലവിലുള്ള ശാസ്ത്ര പാഠ്യപദ്ധതി ജ്ഞാനനിർമ്മിതിവാദത്തിൽ അധിഷ്ഠിതമായ പഠനരീതിക്ക് അനുയോജ്യമാണ് വിലയിരുത്തുക. ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത് അധ്യാപകരൊന്നും പഠിച്ചിട്ടല്ല, കൃത്യമായിട്ടുള്ള പഠിപ്പിക്കൽ കൊണ്ടല്ല, കുട്ടികൾ തന്നെ ജ്ഞാനം നിർമ്മിക്കുക എന്നുള്ളതാണ് ജ്ഞാനനിർമ്മിതിവാദം പറയുന്നത്. ഇതിൽ അധിഷ്ഠിതമാണോ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള ശാസ്ത്ര പാഠ്യപദ്ധതി എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുകയാണ് വേണ്ടത്. ആണെങ്കിലാണ് എന്തുകൊണ്ട്, അല്ലെങ്കിലല്ല എന്തുകൊണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ദിനാചരണങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ജൂൺ 5 ജൂൺ 5 പരിസ്ഥിതിനാണ്. അപ്പൊ ഈ ഒരു ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ദിനാചരണങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട ദിനാചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ശാസ്ത്ര അധ്യാപിക വാർഷികാസൂത്രണം തയ്യാറാക്കിയത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം? ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ശാസ്ത്രാധ്യാപിക മാത്രമല്ല, എല്ലാ അധ്യാപകരും ഈ ഒരു വാർഷികാസൂത്രണം നിർബന്ധമായിട്ടും തയ്യാറാക്കിയിരിക്കേണ്ടതാണ്. വാർഷികാസൂത്രണം തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ ഒരു വർഷത്തിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളുടെയും ഒരു ആകെത്തുക നമുക്ക് ആദ്യ ദിവസങ്ങളിൽ തന്നെ കിട്ടും. അതാണ് ഏറ്റവും മറ്റ് 2-3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് എഴുതി ചേർക്കുക. 3 തരത്തിലുള്ള വിലയിരുത്തലുകൾ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. നമ്മൾ എസ്സേയിൽ കണ്ട ചോദ്യമാണ്. പാർട്ട് ഡിയിൽ കണ്ട ചോദ്യമാണ്. വിലയിരുത്തല് 3 തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ആ വിലയിരുത്തലുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അവ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ശാസ്ത്ര ക്ലാസ് വിശകലനം നടത്തുമ്പോൾ ഏതൊക്കെ മേഖലകൾ ശ്രദ്ധിക്കണം? നമ്മൾ സ്കൂളിലേക്ക് ആദ്യമായിട്ട് ഇന്റേൺഷിപ്പിന് പോവാണ്. ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ നമ്മളൊരു ക്ലാസ് വിസിറ്റ്, ഒരു സാറിന്റെ ക്ലാസ് നമ്മൾ കാണുകയാണ്. അയാളുടെ ശാസ്ത്ര ക്ലാസ് വിശകലനം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതൊക്കെ മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സെമിനാറിൽ ഉൾപ്പെടുത്താവുന്ന പ്രധാന ആശയങ്ങൾ. ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് തരും. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സെമിനാർ തയ്യാറാക്കുമ്പോൾ ആ സെമിനാറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 3-4 കാര്യങ്ങൾ അതുമായിട്ട് ആ ഒരു കാര്യമായിട്ട് ഇപ്പൊ പരിസ്ഥിതി മലിനീകരണം, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. വ്യക്തിപരമായ ഗുണമേന്മകളോടൊപ്പം ശാസ്ത്ര അധ്യാപികയ്ക്ക് ചില പ്രത്യേക കഴിവുകൾ അത്യാവശ്യമാണ്. അവ ലിസ്റ്റ് ചെയ്യുക. ഒരു വ്യക്തിപരമായിട്ടുള്ള ഗുണമേന്മകൾ നമ്മൾക്ക് വേണം. അത് കൂടാതെ തന്നെ ഒരു ശാസ്ത്രാധ്യാപിക എന്ന നിലയിൽ ചില പ്രത്യേക കഴിവുകൾ ഒരു അധ്യാപികയ്ക്ക് ആവശ്യമാണ്. ആ അധ്യാപിക സയന്റിഫിക് കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം. അന്ധവിശ്വാസങ്ങൾ പരത്താത്ത ആളായിരിക്കണം. കുട്ടികളെ ഇത്തരത്തിലേക്ക് വിശകലനാത്മക ചിന്ത, ക്രിയാത്മക ചിന്ത, യുക്തിചിന്ത തുടങ്ങിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കഴിയും. ശാസ്ത്ര പഠന പരിപോഷണത്തിൽ ശാസ്ത്ര ക്ലബിന്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കുക. നമുക്കൊരു എല്ലാ സ്കൂളുകളിലും ശാസ്ത്ര ക്ലബ് ഉണ്ടാവും. നമ്മൾ ഈ ഒരു സയൻസ് പഠനത്തിനെ അല്ലെങ്കിൽ ശാസ്ത്ര പഠനത്തിനെ ഈ ഒരു ശാസ്ത്ര ക്ലബ് ഏത് തരത്തിലാണ് പരിപോഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. അപ്പൊ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ എന്നുള്ള രാജ്യം എത്രത്തോളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്? നന്നായിട്ട് മുന്നേറുന്നുണ്ടോ? മുന്നേറുന്നില്ലയോ? അതെന്തുകൊണ്ടാണ് മുന്നേറുന്നത്? ഏതിലൊക്കെയാണ് മുന്നേറുന്നത്? ഇല്ല, ഇനി മുന്നേറുന്നില്ലെങ്കിൽ എന്താണ് മുന്നേറാത്തത്? എന്താണ് നമ്മുടെ തടസ്സങ്ങൾ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ചേർത്ത് പോകാം. കപടഫലം, ലഘുഫലം, സംയുക്ത ഫലം ഇവ വിശദീകരിക്കുക. അപ്പോ കപടഫലം എന്താണ്, ലഘുഫലം എന്താണ്, സംയുക്ത ഫലം എന്താണ് വിശദീകരിച്ചാൽ മതി. ചാലനം, വികിരണം, സംവഹനം എന്നീ ആശയങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതുക. ഒരു യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മളൊരു യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കുകയാണ്. അപ്പൊ യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ പഠന ലക്ഷ്യങ്ങൾ പരിഗണിക്കണം, ആശയങ്ങൾ പരിഗണിക്കണം,
അതിലെ പ്രക്രിയാശേഷികൾ പരിഗണിക്കണം, മൂല്യങ്ങൾ പരിഗണിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു യൂണിറ്റ് ആസൂത്രണം തയ്യാറാക്കുമ്പോൾ എഴുതി ആ ഒരു കോളങ്ങളിൽ എഴുതി തയ്യാറാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ നേരെ എഴുതി വെച്ചാൽ അപ്പം തന്നെ 3 മാർക്ക് കിട്ടും. വിലയിരുത്തൽ തന്നെ പഠനം കുട്ടിയുടെ സ്വയം വിലയിരുത്തലിന് അവസരം നൽകുന്നു. പിന്നെയും 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 വിലയിരുത്തൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളത് വിലയിരുത്തലിന്റെ ഒരു ഭാഗമാണ് വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളത്. ആ ഒരു ഇതില് വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ള ഭാഗം കുട്ടിയുടെ സ്വയം വിലയിരുത്തലിനെ എങ്ങനെ അവസരം നൽകുന്നു എന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം മനുഷ്യ പുരോഗതിക്ക് നൽകിയ ഏതെങ്കിലും 3 സംഭാവനകൾ എഴുതുക. 100 കണക്കിന് ഈ ഒരു ശാസ്ത്രം മനുഷ്യന് നൽകിയ പുരോഗതികൾ എഴുതാൻ വേണ്ടി കഴിയും. അതിൽ ഏതെങ്കിലും 1-3 ഓർത്ത് വെക്കുക, അത് എഴുതുക. ശാസ്ത്ര പാഠപുസ്തകം തുടർ പഠന സാധ്യത ഉള്ളതായിരിക്കണം. ഇതൊരു പ്രസ്താവനയാണ്. UP ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് 3 ഉദാഹരണങ്ങൾ എഴുതാം. നമ്മുടെ ശാസ്ത്ര പാഠപുസ്തകം തുടർ പഠന സാധ്യത ഉള്ളതായിരിക്കണം. ഇത് നമുക്ക് ഉള്ളതാണ് എന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന 3 ഉദാഹരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, ടെക്സ്റ്റിൽ കണ്ടെത്തണം എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. ഇതിൽ ഡി പാർട്ടിനും സി പാർട്ടിനും ഇ പാർട്ടിനും ഡി പാർട്ടിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാക്സിമം ടോപ്പിക്കുകൾ സി പാർട്ടൊന്നും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യമേ ഞാൻ ഈ ഒരു സോഷ്യൽ സയൻസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, കൂടുതൽ കുട്ടികൾ ആവശ്യം പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു ബേസിക് സയൻസ് അല്ലെങ്കിൽ EVSന്റെയും മാത്സിന്റെയും വീഡിയോ ചെയ്യൂ. അപ്പം അത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ഈ പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ BSും ഇതേപോലെ തന്നെ മാത്സും ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ BSന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി മാത്സിന്റെ വീഡിയോയും കൂടി ഇടണം എന്നാണെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുകയുള്ളൂ. നമ്മൾ കുറെ ടൈം എടുത്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. വീഡിയോകൾ ലൈക്ക് ചെയ്യുക, വീഡിയോകളിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.